Good morning, students. We are going to discuss about the topic meiosis. In the last class, we had discussed about the mitosis. In this class, we will discuss about the meiosis. So, first we will discuss about the history of meiosis. The meiosis was first described by Oscar Hertig in Sea Urchin X, and it was described again in the level of chromosome by Belgian zoologist Edward van Benden in Ascaris worms X. The term meiosis was coined by J.B. Farmer and J.B. Morey in 1905. So, the meiosis occurs in the sexual reproductive cells, and it always occurs in the reproductive cells or meiocytes. In lower plant, meiosis occurs after fertilization in zygote, and in higher plant, it occurs before fertilization in the time of gamete creation. So meiosis occurs in the reproductive cells or meiocytes, and it occurs in the case of zygote in the case of lower plants, and in the case of higher plant it occurs before fertilization for the gamete creation. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിയോസിസിനെ കുറിച്ചാണ്. അപ്പോൾ മിയോസിസ് എന്ത് ഡിവിഷനാണ്? മിയോസിസ് റിഡക്ഷണൽ ഡിവിഷൻ എന്നാണ് മിയോസിസ് അറിയപ്പെടുന്നത്. അപ്പോൾ മിയോസിസിൻ്റെ വേറൊരു പേരാണ് റിഡക്ഷണൽ ഡിവിഷൻ. അപ്പോൾ മിയോസിസ് ഒക്കർ ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ മിയോസൈറ്റ്സിലാണ്. ഇപ്പോൾ ലോവർ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ അത് സൈഗോട്ടിലാണ് ഈ മിയോസിസ് ഒക്കർ ചെയ്യുന്നത്. ഹയർ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഗാമീറ്റ് ഫോർമേഷനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ മിയോസൈറ്റ്സിൽ ഒക്കർ ചെയ്യുന്ന ഡിവിഷൻ ആയതുകൊണ്ടാണ് മിയോസിസിന് മിയോസിസ് എന്ന പേരിട്ടത്. അപ്പം ഇത് റിഡക്ഷണൽ ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസിലാണ്. ഇപ്പം മിയോസിസ് is a type of cell division where germ cells are produced. Germ cells means reproductive cells. There are two meiotic division, meiosis 1 and meiosis 2. It is also called as reductional divisions because the original cell is diploid, that is 2n, and 4 daughter cells are produced that are haploid or monoploid, that is n. So the meiosis is also known as reductional division. The meiosis consists of two phases, meiosis 1 and meiosis 2. The parent cells are diploid, that is 2n, whereas the daughter cells the 4 daughter cells formed by meiosis are haploid or n. അപ്പോൾ മിയോസിസിന് വേറൊരു പേരാണ് റിഡക്ഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിഡക്ഷണൽ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? പാരൻസ് ഡിപ്ലോയിഡ് ആണ് 2n, അത് ഡിവിഷൻ നടന്ന് കിട്ടുന്ന ഡോക്ടർ സെൽസ് എന്താണ്? ഹാപ്ലോയിഡ് ആണ് n. അപ്പോൾ ഒരു പാരൻറ്റ് സെല്ല് 4 ഡോക്ടർ സെൽസ് ആയിട്ടാണ് മിയോസിസിൽ ഡിവൈഡ് ചെയ്യുക. പക്ഷെ മൈറ്റോസിസിൻ്റെ കേസിൽ ഒരു സെല്ല് 2 ഡോക്ടർ സെൽസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ മിയോസിസിൻ്റെ കേസിൽ ഒരു സെല്ല് 4 ഡോക്ടർ സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മിയോസിസിൽ പാരൻറ്റ് ഡിപ്ലോയിഡ് ആയിരിക്കും, അതായത് 2n ആയിരിക്കും. അതിൻ്റെ ഡിവിഷൻ നടന്നിട്ട് എന്ത് കിട്ടും? ഡോക്ടർ സെൽസ് കിട്ടും, 4 ഡോക്ടർ സെൽസ് കിട്ടും. ആ 4 ഡോക്ടർ സെൽസ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും, അതായത് n ആയിരിക്കും. അപ്പോൾ ഒരു പാരൻറ്റിൽ നിന്ന് 4 ഡോക്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മിയോസിസിന് 2 ഫേസസ് ഉണ്ട്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. 2 ഫേസസിലായിട്ടാണ് ഇത് നടക്കുക. Meiosis helps in the production of gametes, and it occurs in testes in males, also known as spermatogenesis, and ovaries in females, known as oogenesis. During meiosis, DNA replicates one, but the nucleus divides twice. So, the meiosis occurs in the germ cells or reproductive cells. It occurs in the case of testis in the case of males. It's also known as spermatogenesis, and it occurs in ovaries in females, known as oogenesis. And during meiosis, DNA replicate once, whereas the nucleus divides twice. അപ്പോൾ മിയോസിസ് ഒക്കർ ചെയ്യുന്നത് ജേം സെൽസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസിലാണ്. ഇപ്പോൾ മിയോസിസ് മെയിൽസിൻ്റെ കേസിൽ ഒക്കർ ചെയ്യുന്നത് ടെസ്റ്റിസിലാണ്, ഓൾസോ നോൺ ആസ് സ്പെർമാറ്റോജെനിസിസ്.
ഫീമെയിൽസിൽ ഈ മിയോസിസ് ഒക്കർ ചെയ്യുന്നത് ഓവറീസിലാണ്, ഓൾസോ നോൺ ആസ് ഊജെനിസിസ്. അപ്പോൾ മിയോസിസിൽ രണ്ട് DNA ഒരു വശം റെപ്ലിക്കേറ്റ് ചെയ്യും, പക്ഷേ ന്യൂക്ലിയസ് രണ്ട് വശം ഡിവൈഡ് ചെയ്തിട്ട് 4 ഡോക്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡോക്ടർ സെൽസിന് പാരൻറ്റ് സെല്ലിൻ്റെ പകുതി സെറ്റ് ഓഫ് ക്രോമസോമേ ഉണ്ടാവും. അതായത് ഡിപ്ലോയിഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ഹാപ്ലോയിഡ് ഡോക്ടർ സെൽസ്. അപ്പോൾ ഡിപ്ലോയിഡ് പാരൻറ്റ് സെല്ലിൽ നിന്നാണ് മിയോസിസ് വഴി ഹാപ്ലോയിഡ് ഡോക്ടർ സെൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പാരൻറ്റിൻ്റെ പകുതി ക്രോമസോംസ് മാത്രമേ ആർക്കുണ്ടാവും, ഡോക്ടർ സെൽസിന് ഉണ്ടാവും. അപ്പോൾ മിയോസിസിന് 2 ഫേസസ് ഉണ്ട്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. അപ്പോൾ മിയോസിസ് 1 വരുന്നതാണ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. മിയോസിസ് 2 വരുന്നതാണ് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. സോ മിയോസിസ് 1 വരുന്നതാണ് പ്രോഫേസ് 1. അപ്പോൾ പ്രോഫേസ് 1 ഇസ് ഡിവൈഡഡ് ഇൻ ടു ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കേറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ മിയോസിസിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് പ്രോഫേസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫേസ് 1 നമ്മൾ 5 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേജസ് ആണ് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കേറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഇപ്പം മിയോസിസ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിയോസിസ് 1 പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 ആണ്. മിയോസിസ് 2 എന്ന സെക്കൻഡ് ഫേസും കൂടി മിയോസിസിനുണ്ട്. അതിൽ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2 ആയിരിക്കും. അപ്പോൾ പ്രോഫേസ് 1 ആണ് മിയോസിസിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജ്. അതിന് 5 സ്റ്റേജസ് ആയിട്ട് പ്രോഫേസ് 1 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കേറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ നമ്മൾ പ്രോഫേസ് 1 ആണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഫേസ് 1, ഡ്യൂറിങ് പ്രോഫേസ് 1 DNA is exchanged between homologous chromosomes in a process called homologous recombination. These often result in chromosomal crossover. The paired and replicated chromosomes are called bivalents or tetrads. The process of pairing the homologous chromosomes is known as synapsis, and at this stage non-sister chromatids may cross over at points called chiasma. So during prophase 1 there occurs exchange between the DNA exchange between the homologous chromosomes, and it is also known as homologous recombination. The paired and replicated chromosomes are called bivalents or tetrad, and the process of pairing the homologous chromosomes is known as synapsis. The crossing over occurs at the points called chiasmata. സോ പ്രോഫേസ് 1 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റേജ് മിയോസിസ് 1 ആണ്. മിയോസിസ് 1 പ്രോഫേസ് 1. അപ്പോൾ പ്രോഫേസ് 1 എന്ത് നടക്കുന്നുണ്ട്? DNA എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോംസ്. അതിന് പറയുന്ന പേരാണ് ഹോമോലോഗസ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ DNA എക്സ്ചേഞ്ച് നടക്കുന്നതിന് പറയുന്ന പേരാണ് ഹോമോലോഗസ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഹോമോലോഗസ് റീകോമ്പിനേഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? ബൈവാലൻസ് അല്ലെങ്കിൽ ടെട്രാഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഈ റീകോമ്പിനേഷൻ പറയാം, ഹോമോലോഗസ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഇതിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കും, എന്നിട്ട് ഫോം ചെയ്യുന്നതാണ്. ഒരു പോയിന്റിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. അതിന് പറയുന്ന പേരാണ് കയാസ്മൈറ്റ എന്ന് പറയുന്നത്. അപ്പം പ്രോഫേസ് 1 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ DNA എക്സ്ചേഞ്ച് നടക്കും. അതാണ് ഹോമോലോഗസ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റീകോമ്പിനേഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്ന ക്രോമസോംസ് ആണ് ബൈവാലൻ്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് ഈ സിനാപ്സിസ് നടക്കുക. അതിന് പറയുന്ന പേരാണ് ആ പോയിന്റിന് പറയുന്നത്, അതായത് സിനാപ്സിസ് നടക്കുന്ന പോയിന്റിന് പറയുന്ന പേരാണ് കയാസ്മേറ്റ എന്ന് പറയുന്നത്. അപ്പം പ്രോഫേസ് 1 ആദ്യത്തെ സ്റ്റേജാണ് ലെപ്റ്റോട്ടിൻ. The first stage of prophase 1 is the leptotin stage. The leptotin is also known as thin thread stage. During this stage, individual chromosomes begins to condense into long strands within the nucleus. The first stage of prophase 1 is leptotin. The leptotin is also known as thin
thread stage. In this stage, the chromatin fibers occurs in the form of thin threads, and these started to condense during leptotin. ഇപ്പോൾ പ്രോപ്പേസ് 1ലെ ആദ്യത്തെ സ്റ്റേജാണ് ലെപ്റ്റോട്ടിൻ. അപ്പോൾ ലെപ്റ്റോട്ടിൻ സ്റ്റേജിൻ്റെ വേറൊരു പേരാണ് തിൻ ത്രെഡ് സ്റ്റേജ്. ഇപ്പോൾ ഈ തിൻ ത്രെഡ് സ്റ്റേജ് എന്ന് ലെപ്റ്റോട്ടിനെ പറയാൻ കാരണം എന്താണ്? ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ ക്രോമാറ്റിഡ്സ് എന്ത് ഫോമിലാണ് ഉണ്ടാകുക? തിൻ ഫൈബേഴ്സിൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും ലെപ്റ്റോട്ടിൻ. സെക്കൻഡ് സ്റ്റേജ് ഇസ് ദി സൈഗോട്ടിൻ. സൈഗോട്ടിൻ സ്റ്റേജ് ഇസ് ഓൾസോ നോൺ എസ് സൈഗോനീമ ഓർ പെയർഡ് thread stage. During this time, the homologous chromosomes pair with each other to form homologous chromosomes. The homologous chromosomes are known as bivalent. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് സൈഗോട്ടിൻ. സൈഗോട്ടിൻ്റെ വേറൊരു പേരാണ് സൈഗോനീമ അല്ലെങ്കിൽ പെയർഡ് thread സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സൈഗോട്ടിൽ എന്താണ്? ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യും, എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് ബൈവാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രോഫേസ് 1ലെ രണ്ടാമത്തെ സ്റ്റേജാണ് സൈഗോട്ടിൻ. അപ്പോൾ ഈ സൈഗോട്ടിനിൽ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യും. അപ്പോൾ ആ പെയറിന് പറയുന്ന പേരാണ് ബൈവാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്റ്റോട്ടിനിൽ ക്രോമാറ്റിൻ ഫൈബേഴ്സ് തിൻ ത്രെഡ്സ് പോലെയാണ് ഉള്ളത്, അത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി. സൈഗോട്ടിനിൽ ഈ ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്തിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യും. ആ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ പെയറിന് പറയുന്ന പേരാണ് ബൈവാലൻ്റ്. ബൈ എന്ന് വെച്ചാൽ രണ്ട്. അപ്പോൾ രണ്ട് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്തിട്ടാണ് ബൈവാലൻ്റ് അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യുന്നത്. അത് പെയർഡ് സ്റ്റേജിലാണ് ഉണ്ടാകുക. നെക്സ്റ്റ് ഈസ് ദി പാക്കേറ്റിൻ. During packating, the homologous chromosomes become closely associated. The process is known as synapsis. The synapsed homologous pair of chromosomes is called tetrad because it consists of 4 chromatids. And it can be observed until the next stage, but the synapsed chromosomes may undergo crossing over in pakenema. So, during packating, the synapses or the homologous chromosomes become associated by a process known as synapsis, and this homologous chromosome pair is known as tetrad because it consists of 4 chromatids. And during packating, crossing overs occurs between homologous chromosomes. ഇപ്പോൾ പാക്കേറ്റിൻ്റെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് പെയർ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇപ്പോൾ ഫിഗറിൽ കാണുന്നില്ല. അപ്പോൾ രണ്ട് ക്രോമസോംസ് പെയർ, രണ്ട് ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ പെയർ വന്നിട്ട് അസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് പെയർ വന്നിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിന് 4 ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. അതുകൊണ്ട് അതിനെ ടെട്രാഡ് എന്ന് പറയും. അപ്പോൾ നേരത്തെ ഹോമോലോഗസ് ക്രോമസോംസ് വന്നിട്ട് പെയർ ചെയ്തപ്പോൾ അതിനെ ബൈവാലൻ്റ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ ബൈവാലൻ്റ്, അതായത് രണ്ട് ബൈവാലൻ്റ് തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പെയർ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് പാക്കറ്റിംഗ് സ്റ്റേജിലാണ് രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കുക. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിംഗ് സ്റ്റേജിലാണ്. ഇപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ അതിലൂടെ ആ ക്രോമസോംസ് ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ രണ്ട് ബൈവാലൻസ് തമ്മിൽ പെയർ ചെയ്ത് അല്ലെങ്കിൽ രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്തിട്ട് ടെട്രാഡ് ഫോം ചെയ്യും പാക്കറ്റിംഗ് സ്റ്റേജിൽ. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനാപ്സിസ് നടന്നു കഴിഞ്ഞാൽ അതിലൂടെ എന്ത് നടക്കും? ക്രോസിംഗ് ഓവർ നടക്കും. അതിലൂടെ എന്ത് എക്സ്ചേഞ്ച് ചെയ്യും? ഈ ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. Next stage is the diplotin. During diplotin stage, also known as diplonema, from the Greek word meaning 2 threads, the homologous chromosomes separate from one another a little. The chromosomes themselves uncoil a bit, allowing some transcription of DNA. So during diplotin, the paired homologous chromosomes started to separate from each other, and the transcription of DNA occurs. ഇപ്പോൾ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുക? പാക്കേറ്റിനിൽ
ക്രോസിംഗ് ഓവർ നടന്ന് പെയർ ചെയ്ത ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹോമോലോഗസ് പെയർസ് ഓഫ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാക്കറ്റിൽ ടെട്രാഡ് ഫോം ചെയ്തിരുന്നു. അതായത് 2 ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്തിട്ട് ടെട്രാഡ് ഫോം ചെയ്തിരുന്നു. ആ 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ. നെക്സ്റ്റ് ഇസ് ദി ഡയാകൈനസിസ്. ഡ്യൂറിങ് ഡയാകൈനസിസ് ക്രോമസോംസ് condense further during diakinesis. This is the first point in meiosis where 4 parts of tetrads are actually visible. In this stage, the homologous chromosomes make separate further and chiasma terminalize, making chiasmata clearly visible. During diakinesis, the terminalization of chiasma occurs. അപ്പോൾ ഈ chiasma ടെർമിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും ഡയാകൈനസിസിൽ. അപ്പോൾ ലെപ്റ്റോട്ടിനിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫേസ് 1 ആണ്. പ്രോഫേസ് 1ലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒന്നുകൂടിയും പറയാം. ഇപ്പോൾ പ്രോഫേസ് 1ലെ ലെപ്റ്റോട്ടിനിൽ തിൻ ത്രെഡ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ക്രോമാറ്റിൻ ഫൈബേഴ്സിൻ്റെ ഫോമിലാണ് ക്രോമസോംസ് ഉണ്ടാകുക. അപ്പോൾ അത് ചെറിയ നേരിയ നൂല് പോലെ അല്ലെങ്കിൽ തിൻ ത്രെഡ്സ് പോലെയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ലെപ്റ്റോട്ടിൻ എന്ന് പേരിട്ടത്. പിന്നെ അവിടെ എന്ത് തുടങ്ങും, ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും ലെപ്റ്റോട്ടിൻ. സൈഗോട്ടിൻ സ്റ്റേജിൽ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഹോമോലോഗസ് ക്രോമസോംസ്, അതായത് പിന്നെ ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യും. ആ ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്തിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യും. അപ്പോൾ ലെപ്റ്റോട്ടിനിലുള്ള ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. ഇപ്പോൾ സൈഗോട്ട് എന്നിട്ട് ക്രോമസോംസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യുക സൈഗോട്ടിൻ്റെ ടൈമിലാണ്. അപ്പോൾ സൈഗോട്ടിനിൽ അവർ പെയർ ചെയ്തിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ഫോം ചെയ്യും. നെക്സ്റ്റാണ് പാക്കേറ്റിൻ. പാക്കേറ്റിനിൽ 2 ഹോമോലോഗസ് ക്രോമസോംസ് അല്ലെങ്കിൽ 2 ബൈവാലൻ്റ് വന്നിട്ട് പെയർ ചെയ്യും. എന്നിട്ട് ടെട്രാഡ് ഫോം ചെയ്യും. എന്നിട്ട് അവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും, ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. അതിന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ്റെ വേറെ പേരാണ് ഈ ഡിപ്ലോട്ടിൻ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പെയർ ചെയ്ത ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയാകൈനസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മയാണ് ഉണ്ടാകുക. ഇനി നിങ്ങൾക്ക് അറിയുന്നതാണ് മെറ്റാഫേസ് 1ൽ ഈ ടെട്രാഡ്സ് എവിടെ അറേഞ്ച് ചെയ്യും, മിഡിൽ ഓഫ് ദി സെല്ലിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ ടെട്രാഡ്സ് പിന്നെ സെല്ലിൻ്റെ മിഡിലിൽ അറേഞ്ച് ചെയ്യും മെറ്റാഫേസ് 1ൽ. അനാഫേസ് 2ൽ എന്ത് ചെയ്യും, ഈ ടെട്രാഡ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ക്രോമാറ്റിഡ്സ് സെല്ലിൻ്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യും. ടീലോഫേസ് 1ൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സെൽസ് തമ്മിൽ, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കും. ഇതാണ് മിയോസിസിൻ്റെ ഫിഗർ. ഇത് വരയ്ക്കുക. പിന്നെ മിയോസിസ് 2 ഈസ് സിമിലർ ടു മൈറ്റോസിസ്. അപ്പോൾ മിയോസിസ് 2 എന്തിന് സിമിലറാണ്, മൈറ്റോസിസിനോട് സിമിലറാണ്. അപ്പോൾ മിയോസിസ് 1 ആണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. മിയോസിസ് 2 മൈറ്റോസിസ് തന്നെയാണ്. അപ്പോൾ മിയോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 ഡോക്ടർ സെൽസ് കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മിയോസിസ് എന്താണ്, മിയോസിസ് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് സോ ദാറ്റ് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് സ്പീഷീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇപ്പോൾ 2 ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് തമ്മിൽ കണ്ടൻസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ഓർഗാനിസം ഫോം ചെയ്യും. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ഗാമീറ്റ് ഫോം ചെയ്യുന്നത് മിയോസിസ് വഴി ആണ്. നെക്സ്റ്റ് വൺ, ദി സോഴ്സ് ഓഫ് ജെനറ്റിക് വേരിയേഷൻ ബിക്കോസ് ക്രോസിംഗ് ഓവർ ബ്രിങ്സ് ടുഗദർ ന്യൂ ജീൻ കോമ്പിനേഷൻ ഓൺ ക്രോമസോം. അപ്പോൾ ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകാനുള്ള കാരണം മിയോസിസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മിയോസിസിൻ്റെ പാക്കേറ്റിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ക്രോസിംഗ് ഓവർ കാരണമാണ്. ഇപ്പോൾ 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ എക്സ്ചേഞ്ച് കാരണമാണ് ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ മിയോസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. അപ്പോൾ ഹാപ്ലോയിഡ് ഗാമീറ്റ്സിൻ്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് മിയോസിസ് ആണ്. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ഗാമീറ്റ്സ് തമ്മിൽ കണ്ടൻസ് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്, സൈഗോട്ട് ഡിപ്ലോയിഡ് ഓർഗാനിസം ഫോം ചെയ്യുന്നത്. രണ്ടാമത്തത് ജെനറ്റിക് വേരിയേഷൻ, അതായത് ക്രോസിംഗ് ഓവർ കാരണം ഉണ്ടാകുന്ന ജെനറ്റിക് വേരിയേഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നത്. മിയോസിസിലുള്ള പാക്കേറ്റിംഗ് സ്റ്റേജിലുള്ള ക്രോസിംഗ് ഓവർ കാരണമാണ് ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇതാണ് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മൈറ്റോസിസും മിയോസിസും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസ് occurs in body cells whereas meiosis occurs in reproductive cells.
the number of Dochter cells remains the same, that is 2 Dochter cells. The number of Dochter cells is 4. The number of chromosomes remain the same as that of the parent, whereas the number of chromosomes is halved in Dochter cells. Dochter cells are identical to parent cells in mitosis, whereas Dochter cells are different from parent cells in meiosis. Homologous chromosomes does not come together or pair in mitosis, whereas homologous chromosomes pair in meiosis. There is no exchange of genetic material in mitosis, whereas there is exchange of genetic material in meiosis. ഇപ്പോൾ മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മൈറ്റോസിസ് ഉണ്ടാകുന്നത് ബോഡി സെൽസിലാണ്, വേറെ റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് മിയോസിസ് ഉണ്ടാകുക. പിന്നെ പാരൻറ്റിൻ്റെ അതേ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഡോക്ടർ സെൽസിനുണ്ടാകുക മൈറ്റോസിസിൻ്റെ കേസിൽ. മിയോസിസിൽ പാരൻറ്റിൻ്റെ പകുതി നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുക. പിന്നെ മൈറ്റോസിസ് നടന്നിട്ടുണ്ടാകുന്ന പ്രൊഗനി സെൽസ് ആരോട് ഐഡൻറ്റിക്കലായിരിക്കും, പാരൻറ്റിനോട് ഐഡൻറ്റിക്കലായിരിക്കും. പക്ഷേ മിയോസിസ് നടന്ന് കിട്ടുന്ന ഡോക്ടർ സെൽസ് പാരൻറ്റിനോട് ഐഡൻറ്റിക്കലായിരിക്കില്ല. ഇപ്പോൾ 2 ഡോക്ടർ സെൽസിലാണ് മൈറ്റോസിസ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. മിയോസിസ് കഴിഞ്ഞാൽ 4 ഡോക്ടർ സെൽസ് ഉണ്ടാവും. പിന്നെ ഹോമോലോഗസ് ക്രോമസോംസ് ഡു നോട്ട് കം ടുഗദർ ഇൻ മൈറ്റോസിസ്, വേറെ ഹോമോലോഗസ് ക്രോമസോംസ് മിയോസിസിൽ അടുത്തടുത്ത് വരും. ജെനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല എന്തിൽ മൈറ്റോസിസിൽ, വേറെ ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് മിയോസിസിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ച് വെക്കുക. മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ എല്ലാത്തിൻ്റെയും ഫിഗർ നോട്ടിൽ വരയ്ക്കണം. അപ്പം താങ്ക് യു.